പ്രവേശനോത്സവം ആഹ്ലാദകരമായി നടന്നു. പുതിയ അധ്യയന വർഷത്തിലേക്ക് വിദ്യാർത്ഥികൾ പ്രവേശിച്ചു. അതേസമയത്ത് കാട്ടാനാക്രമണത്തിൻ്റെ വലിയ ഭീകരത സംസ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതം ആരംഭിച്ചതും ഇന്നത്തെ വൈകുന്നേരം സമാപിക്കാൻ പോകുന്നതും കൂടിയ മിൽമാപ്പാൽ വില വർധനയുടെ രുചിയോടുകൂടിയായിരിക്കും. ടോപ്പ് ഹെഡ്ലൈൻസ്. തറ, പറ, പന, മഴ, പങ്ക. മധ്യവേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് മധുരം നൽകി വിദ്യാഭ്യാസ മന്ത്രി എൻ. ഷംസുദ്ദീൻ. സംസ്ഥാനമെങ്ങും അധ്യയന വർഷത്തിലേക്ക് കടന്ന വിദ്യാർത്ഥികൾ. വർണ്ണാഭമായി ജില്ലാതല പ്രവേശനോത്സവങ്ങൾ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരും. CMRLന്റെ സ്റ്റേ ആവശ്യത്തിൽ ഇന്ന് തീരുമാനമില്ല. വാദം നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ലെന്നും അന്തിമവാദം ഇന്ന് തന്നെ കേൾക്കാമെന്നും കോടതി. അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി. കുറ്റകൃത്യമില്ലെങ്കിൽ ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്നും കോടതിയുടെ ചോദ്യം. അതിരപ്പള്ളിയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന മോഹനന്റെ വീട് സന്ദർശിച്ചു വനമന്ത്രി ഷിബു ബേബി ജോൺ. കുടുംബത്തിന് പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു കൈമാറി. ആനയെ ഉടൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. ആനയെ റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ആനയെ ഐഡന്റിഫൈ ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞു. ഇന്ന് ചില കേന്ദ്രത്തിൻ്റെ ചില നിയമങ്ങളൊക്കെ ഇന്ന് തടസ്സമുണ്ട്. പക്ഷേ ഒരു തടസ്സവും നോക്കണ്ട. ആനയെ ഐഡന്റിഫൈ ചെയ്തിട്ട് റീലൊക്കേറ്റ് ചെയ്യും, മാറ്റിയിരിക്കും. കാട്ടാനയുടെ ശല്യം അന്വേഷിക്കാനെത്തിയ മന്ത്രിയെയും തടഞ്ഞ് കാട്ടാന. സംഭവം മന്ത്രിയുടെ വാഴച്ചാലിലേക്കുള്ള യാത്രക്കിടെ. PK ശശിയുടെ DMF CMPയിലേക്ക്. CMPയിൽ ലയിക്കണോ ഒരുമിച്ച് നിൽക്കണോ എന്നതിൽ ചർച്ച. മന്ത്രി CP ജോൺ പങ്കെടുക്കുന്ന യോഗം പാലക്കാട്. ചർച്ചകൾ അവസാന ഘട്ടത്തിലെന്ന് PK ശശി. മാതൃകയായി വീണ്ടും മരണാനന്തര അവയവദാനം. കണ്ണൂരിൽ ബൈക്ക് അപകടത്തിൽ മരിച്ച 23-കാരൻ്റെ 4 അവയവങ്ങൾ ദാനം ചെയ്തു. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഹൃദയം എത്തിച്ചത് എയർ ആംബുലൻസിൽ. അർജുൻ്റെ ഹൃദയം മാറ്റിവെക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിക്ക്. വൃക്കയും കരളും കോഴിക്കോട്ട് എത്തിച്ചത് റോഡ് മാർഗം. ആംബുലൻസുകൾക്ക് ഗ്രീൻ കോറിഡോർ ഒരുക്കി പോലീസും നാട്ടുകാരും. നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാരുടെ കാലാവധി സംസ്ഥാന സർക്കാർ വെട്ടിച്ചുരുക്കി. 1 വർഷത്തേക്ക് പുതുക്കാറുള്ള കരാർ 3 മാസമായി ചുരുക്കി. NHM സംസ്ഥാന ഡയറക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് പുറത്ത്. നടപടി മന്ത്രിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ഉത്തരവിൽ. നിലവിലെ തൊഴിലാളികളെ ഒഴിവാക്കി സർക്കാരിന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ നീക്കമെന്ന് CITU. അടിസ്ഥാനത്തിലാണ് ഈ 3 മാസം എന്നുള്ളത്. ഇപ്പോൾ ജോലി ചെയ്തവരും ചെയ്യാത്തവരും തമ്മിലൊരു അന്തരമില്ല. 3 മാസം കഴിഞ്ഞാൽ ഇനി പെർഫോമൻസ് അപ്രൈസൽ വീണ്ടും വരും. അതിൽ ഞങ്ങളുടെ എല്ലാം പുതുക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഈ പറയുന്ന 17,000-ഓളം പേർക്ക് ഉണ്ട്. ഉച്ചയൂണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, വീണ്ടും വില വർധന. പാചകവാതക വില വീണ്ടും കൂട്ടി. വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിച്ചത് 46 രൂപ. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. മിൽമാ പാലിനും തൈരിനും ഇന്നു മുതൽ വില കൂടിയിരിക്കുന്നു. പാലിന് 4 രൂപയും തൈരിന് 10 രൂപയും കൂടിയിരിക്കുന്നു. സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. കാലവർഷം ബുധനാഴ്ചയോടെ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. राजनैतिक रूपमा टेबल टक तपाईहरूलाई एउटा कुरा अचम्म लाग्छ होला. मैले पनि अस्ति प्रधानमन्त्री भएपछि नै थाहा पाएँ, भारतले नेपालको जग्गा मात्र होइन, नेपालले पनि भारतको जग्गा धेरै ठाउँमा मिचेको रहेछ. ഇന്ത്യൻ പ്രദേശങ്ങൾ കയ്യേറിയെന്ന് വെളിപ്പെടുത്തി നേപ്പാൾ പ്രധാനമന്ത്രി. ബലേന്ദ്ര ഷായുടെ പ്രസ്താവന നേപ്പാൾ പാർലമെന്റിനെ ആദ്യമായി അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ. നേപ്പാൾ കയ്യേറിയ പ്രദേശങ്ങൾ ഏതാണ് എന്നറിയില്ല എന്ന് ബാലൻ ഷാ. പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം. ഇന്ത്യയുടെ പ്രതികരണം എന്ത് എന്നതിൽ ആകാംക്ഷ.
CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിൽ വീണ്ടും തകരാർ. അപേക്ഷാ പോർട്ടൽ ഇനിയും പ്രവർത്തനക്ഷമമായില്ല. വെബ്സൈറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായി CBSE അറിയിച്ചത് ഇന്നലെ. പുതിയ തലമുറയുടെ പുതിയ പ്രതീക്ഷയുടെ പ്രവേശനോത്സവം ആരംഭിച്ച ആഹ്ലാദകരമായ ദിവസമാണ് ഇന്ന്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ വീണ്ടും കുട്ടികളുടെ ചിരികളാൽ സജീവമായിരിക്കുന്നു. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മുഖ്യമന്ത്രി VD സതീശൻ സന്തോഷപൂർവ്വം ആഹ്ലാദപൂർവ്വം പുഞ്ചിരിയോടുകൂടി മധുരം നൽകിയ ആ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങുകളിലേക്ക്. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലേക്ക് തിരിച്ചെത്തിയത്. സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പങ്ക് നിർണായകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് അറിവിനൊപ്പം മാനസിക മൂല്യങ്ങളും പകർന്നു നൽകേണ്ടത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് പറയാനുള്ളത്, അധ്യാപകരും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം, നല്ല സൗഹൃദം ഉണ്ടാക്കണം. കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കഴിവുകൾ അവരുടെ പുറത്തു വരും അറിയാതെ. ചിലപ്പോൾ വീട്ടിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ സ്കൂളിൽ വെച്ചായിരിക്കാം. അങ്ങനെ കണ്ടാൽ അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിൽ അത് പരസ്പരം പങ്കുവയ്ക്കണം. സൈബർ സുരക്ഷ, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, മാനസിക ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങൾക്ക് പുതിയ അധ്യയന വർഷത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ അറിയിച്ചു. ശാസ്ത്ര സാങ്കേതിക പുരോഗതി അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് വിദ്യാഭ്യാസ മണ്ഡലത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. ഔട്ട്ഡേറ്റഡായ കാര്യങ്ങളല്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നിലവിലുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും ആധുനികമായിട്ടുള്ള, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഗതികളാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടമാണെന്നും ലഹരിയുടെ സ്വാധീനം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രകടമാണെന്നും ആരോഗ്യ ദേവസ്വം മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. വിദ്യാലയങ്ങളെയും ലഹരിമരുന്ന് ഭീഷണി ബാധിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ശക്തമായ നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വൈകുന്നേരം കണ്ടുമുട്ടുമ്പോൾ മക്കളോട് നിങ്ങൾ ചോദിക്കേണ്ടത് അന്ന് വിദ്യാലയങ്ങളിൽ എന്തെല്ലാം വിശേഷങ്ങളുണ്ടായിരുന്നു. അതവരോട് അവർ തുറന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പാളിച്ചകൾ കണ്ടാൽ നിങ്ങളുടെ കുട്ടികളെ തിരുത്താനും നിങ്ങൾ ശ്രമിക്കണം. മാത്രമല്ല, ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെ സ്വാധീനം ഈ പ്രദേശത്തുണ്ടെങ്കിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനും ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പളും ഹെഡ് മാസ്റ്ററും ഉൾപ്പെടെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സ്വാഗത ചടങ്ങുകളും സ്കൂളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും പുതിയതായി എത്തുന്ന കുട്ടികളെ പൂക്കളും മധുര പലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. പുതിയ പുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തതോടെ പുതിയ അധ്യയന വർഷത്തിന് ആവേശകരമായ തുടക്കമായി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMRLന് തിരിച്ചടിയുണ്ടായ ദിവസമാണ് ഇന്ന്. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച് ഡിവിഷൻ ബെഞ്ചും മുന്നോട്ട് വന്നിരിക്കുന്നു. അന്വേഷണത്തിൽ തൽക്കാലം ഇടപെടാനില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു D. ബിനോയ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രധാനമായും CMRLന്റെ ആവശ്യം അന്വേഷണം നിർത്തിവെപ്പിക്കണം എന്നുള്ളതായിരുന്നു. മാത്രവുമല്ല, ഒരു തെളിവുകളുമില്ലാതെയാണ് ED അന്വേഷണം നടത്തുന്നതെന്നും അവരുടെ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് വാദം കേട്ടപ്പോൾ മുതൽ തന്നെ ED അന്വേഷണം തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന് ആമുഖമായി തന്നെ കോടതി സൂചിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ EDക്ക് അന്വേഷണം തുടരാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തുടർ വാദം കേൾക്കുന്നതിനും പൂർണ്ണതോതിൽ വാദം കേൾക്കാനും തയ്യാറാണെന്നും കോടതി അറിയിച്ചു.
അറിയിച്ചിട്ടുണ്ട്. ഈ CMR പ്രധാനമായും പറഞ്ഞത് അവർ കൃത്യമായും രേഖകളും FIR-ഉം രജിസ്റ്റർ ചെയ്യാതെയാണ് ED ഈ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു CMR-ന്റെ വാദം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം അംഗീകരിക്കാനാകില്ല എന്ന വാദത്തിൽ CMR ഉറച്ചു നിന്നു. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. ഒരു കേസ് അന്വേഷിക്കുന്നതിന് FIR രജിസ്റ്റർ ചെയ്തു എന്നവരെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇല്ല. പ്രത്യേകിച്ചും EDക്ക് അന്വേഷണം തുടരാം എന്നുള്ളൊരു നിർദ്ദേശം കോടതിയും പറയുകയായിരുന്നു. അതേസമയം ED കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം വീണ ടിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനകത്ത് ബാങ്കിൻ സംബന്ധിച്ച രേഖകൾ, ലോക്കർ സംബന്ധിച്ച രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ED കോടതിക്ക് മുന്നിൽ വയ്ക്കൂ. അതിൽ പ്രധാനമായും ഇത്തരം രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ കഴിയും എന്ന് EDയും വാദിച്ചു. മാത്രവുമല്ല SFIOയുടെ റിപ്പോർട്ട് കൈവശമുണ്ട്. അതിൽ 2,78,00,000 രൂപയുടെ പണമിടപാട് നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് CMR-ലും വീണ ടിയും തമ്മിൽ 2,78,00,000 രൂപയുടെ പണമിടപാട് നടന്നിട്ടുണ്ട് എന്നും ED കോടതിയെ അറിയിച്ചു. മാത്രമല്ല ഈ പണമിടപാടിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ രേഖകളുണ്ട്. പക്ഷേ എന്തിനാണ്, ചെയ്യാത്ത സേവനത്തിനാണ് ഇത്തരത്തിൽ സാമ്പത്തികം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മാസപ്പടി പോലെ തന്നെ കണക്കാക്കപ്പെടാം എന്നായിരുന്നു EDയുടെ നിഗമനവും കോടതിയെ അറിയിച്ചതും. ഇത്തരം കാര്യങ്ങളിന്മേലുള്ള വാദം തുടരാം എന്ന് കോടതിയെ അറിയിച്ചു. പക്ഷേ EDയുടെ മുന്നോട്ടുള്ള അന്വേഷണത്തെ തടയാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. മാത്രമല്ല പ്രധാനമായിട്ടും CMR-ൽ ഉന്നയിച്ച ഒരു കാര്യം, ഈ കേസ് സംബന്ധിച്ച ഒരു രേഖകളും കൈവശമില്ലാതെയാണ് ED അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്നായിരുന്നു. പക്ഷേ അതിനെല്ലാം എതിരായി, അല്ലെങ്കിൽ ആ വാദങ്ങൾക്ക് മറുവാദവുമായി EDയും എത്തി എന്നുള്ളതാണ്. ED കൃത്യമായി രേഖകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വളരെ വേഗത്തിൽ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ തന്നെയാണ് EDയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതനുസരിച്ച് വീണ ടിയെ ഇന്നോ നാളെയോ ഒക്കെ തന്നെ ചോദ്യം ചെയ്യും. കാരണം മറ്റ് ഒരു തടസ്സവാദം കൂടി ഉന്നയിച്ച് ഈ EDയുടെ മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേ ഉണ്ടാകുമോ എന്നൊരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും കോടതിയുടെ അനുമതി കിട്ടിയ ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുന്നതിനെ കുറിച്ചാണ് ED ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നത്. മാത്രവുമല്ല ED നടത്തിയ പരിശോധനയിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിനൊപ്പം തന്നെ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ HDFC ബാങ്കിന്റെ ലോക്കറുകളിൽ വീണയും കൃത്യമായ രേഖകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു വിവരവും EDയുടെ പക്കലുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്താൻ ED തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല 400-ലധികം പേരിൽ നിന്നും, അതായത് CMR-ൻ്റെയും ഒപ്പം തന്നെ ED കണ്ടെത്തുമായ വിവിധ ആളുകളിൽ നിന്നുള്ള മൊഴികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SFIOയെ ശേഖരിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്പോൾ ED ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് തടസ്സപ്പെടുത്താൻ CMR നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ വാദങ്ങളായി കേൾക്കാൻ തയ്യാറാണെങ്കിൽ തന്നെയും ED അന്വേഷിക്കാൻ, അല്ലെങ്കിൽ EDയുടെ അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് പറഞ്ഞത് EDക്ക് അനുകൂലമായ ഒരു സാഹചര്യം കൂടിയാണ്. ഒപ്പം ED പിടിച്ചെടുക്കപ്പെട്ട, അല്ലെങ്കിൽ വീണയിൽ നിന്നും ED പിടിച്ചെടുക്കപ്പെട്ട രേഖകൾ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇനി ED കടക്കുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ED ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ED വീണ ടിയെ മാത്രമല്ല CMR-ന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ഇനി ചോദ്യം ചെയ്യും. അത്തരത്തിൽ ചോദ്യം ചെയ്യലിലേക്കുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് CMR-ലെത്തി. എന്തായാലും നിലവിൽ തടസ്സവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോടതി വാദം കേൾക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വാദം ഒരുപക്ഷെ ഇന്ന് തന്നെ പൂർത്തിയാകും. അന്തിമവാദത്തിന് ശേഷം അവസാനമായ ഒരു വിധി ഉണ്ടാകുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും EDയുടെ മുന്നോട്ട് പോകുന്ന തടസ്സമുണ്ടാകാത്ത തരത്തിൽ തന്നെയായിരുന്നു കോടതിയുടെ നീക്കം. എന്തായാലും ED ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുന്നു. അന്വേഷണം തുടരും. മാത്രവുമല്ല 1-2 ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും വീണയെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. വിളിച്ചു വരുത്തിയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെത്തിയോ ഒക്കെ ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ശശിധരൻ കർത്തയുടെ മകൻ ഉൾപ്പെടെയുള്ളവരെയും ചോദ്യം ചെയ്യും. അങ്ങനെ ED അതിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ ഗൺമാൻമാർ ഒളിവിലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. 5 പേരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇവർക്കായി കേരളത്തിനകത്തും പുറത്തും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതോടെ ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ നിന്നാണ് പ്രതികൾ ഒളിവിൽ പോയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് വധക്കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന പ്രതികളുടെ ഹർജി തള്ളി.
തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. നിലവിൽ കണ്ണൂർ അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെ നടക്കുന്ന വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. കേസിലെ വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ പ്രതിഭാഗം മനഃപൂർവ്വം ശ്രമിക്കുകയാണ് എന്ന പരാതികൾക്കിടയിലാണ് കോടതി മാറ്റ ഹർജി സമർപ്പിക്കപ്പെട്ടത്. പ്രതികളുടെ ഹർജി തള്ളിയതോടെ വിചാരണ ഉടൻ പുനരാരംഭിക്കും. ഇനി കേരളത്തിലെ അവയവദാനത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സന്തോഷകരമായൊരു വാർത്തയാണ്. ഒരു മാതൃകാ വാർത്ത കൂടിയാണ് അത്. കണ്ണൂർ വളക്കയ്യിൽ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 23-കാരൻ അർജുൻ ഇനി 4 പേർക്ക് പുതുജീവനേകും. കണ്ണൂർ സ്വദേശിയായ അർജുൻ്റെ ഹൃദയം കൊച്ചിയിലും കരളും 2 വൃക്കകളും കോഴിക്കോടുമുള്ള ആശുപത്രികളിൽ എത്തിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ വഴിയാണ് അവയവ കൈമാറ്റ പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് വളക്കൈ പാലത്തിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ മെയ് 31-നാണ് അർജുന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചത്. മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അർജുന്റെ മാതാപിതാക്കളായ വളക്കൈ മടത്താനിക്കുന്നിലെ ഗണേശനും തങ്കമണിയും സന്നദ്ധരായതോടെ 4 പേർക്കാണ് അത് പുതുജീവനേകാൻ വഴിയൊരുക്കിയത്. ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ വഴി ആസ്റ്റർ മിംസ് അധികൃതർ അവയവ കൈമാറ്റ പ്രക്രിയകൾ ഏകോപിപ്പിച്ചു. തുടർന്ന് അർജുന്റെ ഹൃദയം എയർ ആംബുലൻസിൽ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെത്തിച്ചു. അർജുന്റെ ഹൃദയത്തുടിപ്പുകൾ 48-കാരനായ മലപ്പുറം സ്വദേശിയുടെ ശരീരത്തിൽ ഇനിയുണ്ടാകും. വൃക്കകളിൽ ഒന്ന് കണ്ണൂർ ആസ്റ്റർ മിംസിലെ രോഗിക്ക് നൽകി. രണ്ടാമത്തെ വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കും എത്തിച്ചു. കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്കുള്ള യാത്രയിൽ പൊതുജനങ്ങൾ ആംബുലൻസുകൾക്ക് വഴിയൊരുക്കി. 11:04 കരൾ കോഴിക്കോട് BMHലും അല്പസമയം പിന്നിടുമ്പോഴേക്കും രണ്ടാമത്തെ വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി എത്തിച്ചു. മകന്റെ വിയോഗത്തിന്റെ തീരാദുഃഖത്തിനിടയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ അർജുന്റെ മാതാപിതാക്കളെടുത്ത ധീരമായ തീരുമാനത്തിന് ഹൃദയം കൊണ്ട് സല്യൂട്ട് നൽകുകയാണ് കേരളം. കണ്ണൂർ, കൊച്ചി, കോഴിക്കോട് ബ്യൂറോകൾക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്. ഇനി കാട്ടാനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. എവിടെ കാട്ടാന? ഈ കാടിനെ ശല്യപ്പെടുത്തുന്ന, ഇവിടുത്തെ നാട്ടുകാരെ ശല്യപ്പെടുത്തുന്ന, മൊത്തത്തിൽ പ്രശ്നമാക്കിയിരിക്കുന്ന ആ കാട്ടാനെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ചെല്ലുന്നു. മന്ത്രിയെ തന്നെ കാട്ടാന തടയുന്നു. തൃശ്ശൂർ വാഴച്ചാലിൽ വനമന്ത്രി ഷിബു ബേബി ജോണിൻ്റെ വാഹന വ്യൂഹത്തിൻ്റെ വഴിമുടക്കി കാട്ടാന. വാഴച്ചാലിനടുത്ത് ചാർപ്പയിലായിരുന്നു ഈ സംഭവം. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയായിരുന്ന മന്ത്രിയുടെയും സംഘത്തിൻ്റെയും വാഹനം തടഞ്ഞ് റോഡിൽ കാട്ടാന കുറേ നേരം നിലയുറപ്പിച്ചു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ആനയെ തുരത്തിയ ശേഷമാണ് മന്ത്രിക്കും സംഘത്തിനും യാത്ര പുനരാരംഭിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിക്കാനും ചാലക്കുടിയിൽ നടക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കാനും എത്തിയ മന്ത്രിയെ ആണ് കാട്ടാന തടഞ്ഞത്. തൃശൂർ അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹന്റെ കുടുംബത്തെ വനമന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിൻ്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. ആനയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജനവാസ മേഖലയിലെ കാട്ടാന ശല്യം ഒഴിവാക്കാൻ ഉടൻ നടപടികളെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. എന്നേക്കുമായി അതിന് പരിഹാരം എന്തെന്നുള്ള 3 നിലയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ 5-ാം തീയതി പ്രഖ്യാപിക്കാനിരിക്കും. അതിനെ റീലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. അതിനെ ഐഡന്റിഫൈ ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞു. ഇന്ന് കേന്ദ്രത്തിന്റെ ചില നിയമങ്ങളൊക്കെ ഇന്ന് തടസ്സമുണ്ട്. പക്ഷേ ഒരു തടസ്സവും നോക്കണ്ട. അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നടി അൻസിബയുടെ പരാതിയിൽ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ നിർവാഹക സമിതി അംഗം ലക്ഷ്മിപ്രിയയുടെ മൊഴി രേഖപ്പെടുത്തി. തൃക്കാക്കര ACP ഓഫീസിലെത്തിയാണ് ലക്ഷ്മിപ്രിയ മൊഴി നൽകിയത്. താൻ നൽകിയ പരാതി വ്യാജമാണെന്നും പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം പിടിച്ചിരുത്തിയെന്നുമൊക്കെയുള്ള അൻസിബയുടെ വാദം തെറ്റാണ് എന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. അൻസിബയ്ക്കൊപ്പം താനും സ്റ്റേഷനിലുണ്ടായിരുന്നു.
1 മണിക്കൂറും 17 മിനിറ്റുമാണ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നത്. ഇത് സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. താൻ അയച്ച ഒരു വാട്സാപ്പ് സന്ദേശം ദുർവ്യാഖ്യാനം ചെയ്താണ് ലക്ഷ്മിപ്രിയ പരാതി നൽകിയതെന്നായിരുന്നു അൻസിബയുടെ വാദം. എന്നാൽ അനാവശ്യ സന്ദേശത്തെക്കുറിച്ച് പലതവണ ചോദിച്ചിട്ടും വ്യക്തമായൊരു വിശദീകരണം നൽകാൻ അൻസിബ തയ്യാറായില്ലെന്നും ആ സന്ദേശം തന്റെ കുടുംബജീവിതത്തെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് പോലീസിൽ പരാതി നൽകാൻ നിർബന്ധിതയായതെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് താരസംഘടന അല്ല എന്നും അതിൽ സംഘടന ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു. വാർത്തകളിലേക്ക് നമ്മൾ തിരികെ എത്തുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റ് 2 ആഴ്ച പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കിയേക്കാവുന്ന ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ നാഷണൽ ഹെൽത്ത് മിഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും സേവന കാലാവധി സർക്കാർ വെട്ടിച്ചുരുക്കി. 1 വർഷത്തേക്ക് പുതുക്കാറുള്ള കരാർ 3 മാസമായിട്ടാണ് ചുരുക്കിയിരിക്കുന്നത്. ഈ ഒരു നടപടി സംസ്ഥാനത്തെ NHM ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ പരാതിപ്പെടുന്നത്. 19 വർഷമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ ഒഴിവാക്കാനാണ് സർക്കാരിൻ്റെ നീക്കമെന്ന് NH എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മീര ആരോപിക്കുന്നു. എല്ലാ വർഷവും 1 വർഷത്തെ കാലാവധിക്കാണ് NHMൽ 17,000-ഓളം വരുന്ന ജീവനക്കാർ ജോലി ചെയ്യുന്നത്. അപ്പോൾ കാലാവധി പുതുക്കുമ്പോൾ 1 വർഷം എന്ന രീതിയിലാണ് പുതുക്കി വരുന്നത്. പക്ഷേ ഇന്നലെ ഇറങ്ങിയ ഓർഡർ പ്രകാരം 3 മാസത്തേക്ക് മാത്രമാണ് NHMൻ്റെ ജീവനക്കാരുടെ എല്ലാ ജീവനക്കാരുടെയും അത് 17,000-ഓളം വരുന്ന ജീവനക്കാരുടെ കാലാവധി പുതുക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ 3 മാസം എന്നുള്ളത്? ഇപ്പോൾ ജോലി ചെയ്തവരും ചെയ്യാത്തവരും തമ്മിലൊരു അന്തരമില്ല. 3 മാസം കഴിഞ്ഞാൽ ഇനി പെർഫോമൻസ് അപ്രൈസൽ വീണ്ടും വരും. അതിൽ ഞങ്ങളുടെ എല്ലാം പുതുക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഈ പറയുന്ന 17,000-ഓളം പേർക്ക് ഉണ്ട്. ഇനി റവന്യൂ മന്ത്രിയുടെ വാഗ്ദാനങ്ങളാണ്. വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ ദുരന്തബാധിതർക്ക് താമസിക്കാനുള്ള സൗകര്യം വേഗത്തിലുണ്ടാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറയുന്നു. ഒപ്പം തന്നെ വീടുകൾ നൽകിയെന്ന് സാങ്കേതികമായിട്ട് പറയുമ്പോഴും ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്ന സ്ഥിതിയല്ല എന്ന് റവന്യൂ മന്ത്രി സൂചിപ്പിച്ചു. അതിവേഗ റെയിൽ പദ്ധതിയിൽ CPIMൻ്റെ അടക്കം അഭിപ്രായം പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നും AP അനിൽകുമാർ പറഞ്ഞു. വീട് കൊടുത്തു എന്ന് നമ്മൾ സാങ്കേതികമായി പറയുമ്പോഴും മുഴുവൻ ആളുകൾക്കും വീട് താമസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നൽകുക എന്നുള്ളതായിരിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം. കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന CPMൻ്റെ ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്നാൽ നമ്മുടെ പരിസ്ഥിതിക്ക് പ്രയാസം പരമാവധി കുറയ്ക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പല ചർച്ചകളും പലരുമായി നടത്തേണ്ടി വരും. കുറേ നേരമായിട്ട് വെബ്സൈറ്റിൻ്റെ മുമ്പിലിരിക്കുകയാണ്. വെബ്സൈറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും വിദ്യാർത്ഥികളെ വരച്ചിരിക്കുകയാണ്. CBSE +2 പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റ് ഇതുവരെ പ്രവർത്തനക്ഷമമായില്ല. സൈറ്റിന് ഇന്നും തകരാറുണ്ടായി. കഴിഞ്ഞ ദിവസമായിരുന്നു വെബ്സൈറ്റ് സജ്ജീകരിച്ചതായിട്ട് CBSE അധികൃതരൊക്കെ അറിയിച്ചത്. അപേക്ഷകൾ ഇന്നു മുതൽ നൽകാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇതിനുള്ള വെബ്സൈറ്റ് സജ്ജീകരിച്ചതായും CBSE വ്യക്തമാക്കിയിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ വെബ്സൈറ്റ് പ്രവർത്തിക്കുമെന്നൊക്കെയായിരുന്നു CBSEയുടെ വാഗ്ദാനം. സൈബർ സുരക്ഷാ വിദഗ്ധരും സർക്കാരിൽ നിന്നും IITയിൽ നിന്നുമുള്ള വിദഗ്ധരുമൊക്കെ ഇതിനായി സജീവമായി പ്രയത്നിക്കുന്നുണ്ട് എന്നൊക്കെ അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ വെബ്സൈറ്റ് തുറന്നു നോക്കാൻ വേണ്ടി ചെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മുമ്പിൽ അത് അനന്തമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഇത് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ വരച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്കോ 5 മണിക്കോ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ, പാൽ ചായ കുടിക്കുമ്പോൾ കയ്യിലെ കീശയിലെ ATMയിലെ അക്കൗണ്ടിലെ കാശ് കുറയും. സംസ്ഥാനത്ത് ഇന്നു മുതൽ മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഉൽപ്പാദന ചെലവും വിതരണ ചെലവുമൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. വിലവർധനയുടെ ഭൂരിപക്ഷവും ക്ഷീരകർഷകർക്കാണ് ലഭിക്കുക. സംസ്ഥാനത്ത് ഇന്നു മുതൽ മിൽമ പാലിന്റെ വില ലിറ്ററിന് 4 രൂപ കൂട്ടി. മെയ് മാസത്തിൽ ചേർന്ന മിൽമ ഫെഡറേഷൻ ബോർഡ് യോഗത്തിലാണ് വില വർധനയ്ക്ക് അംഗീകാരം നൽകിയത്. വർദ്ധിപ്പിച്ച തുകയിൽ 3 രൂപ 35 പൈസ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. ഇതോടെ കർഷകരിൽ നിന്ന് സംഭരിച്ച 1 ലിറ്റർ പാലിന്റെ വില 40 രൂപ 4 പൈസയിൽ നിന്ന് 43 രൂപ 39 പൈസയായി ഉയരും.
ഉൽപാദന ചെലവിലുണ്ടായ വർധനയും വരുമാനത്തിലുണ്ടായ കുറവും ക്ഷീര കർഷകരെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് പാൽ വില കൂട്ടാൻ തീരുമാനിച്ചതെന്ന് മിൽമ അറിയിച്ചു. ഇന്ധനവില വർധന, ഗതാഗത വിതരണ ചിലവുകൾ, പാക്കേജിംഗ് സാമഗ്രികളുടെ വിലക്കയറ്റം എന്നിവയും മിൽമ പാൽ വില വർധനയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. LDPE ഫിലിം, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, കുപ്പികൾ തുടങ്ങിയവയുടെ വില വർദ്ധിച്ചതും ചിലവ് കൂട്ടിയിട്ടുണ്ട്. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പഴയ വില അച്ചടിച്ച കവറുകളാകും വിതരണം ചെയ്യുക. പിന്നീട് പുതുക്കിയ വില രേഖപ്പെടുത്തിയ കവറുകൾ വിപണിയിലെത്തും. ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് മിൽമ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിലവർധനയോടെ വിവിധ ഇനം മിൽമ പാലുകളുടെ നിരക്കിലും മാറ്റമുണ്ടായി. ക്ഷീര കർഷകർക്ക് ആശ്വാസമാകുന്ന തീരുമാനം ഉപഭോക്താക്കൾക്ക് അധിക സാമ്പത്തിക ഭാരമുണ്ടാക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഈ ഒരു സമയത്ത് പല പ്രേക്ഷകരും ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയമായിരിക്കും, ഊണും ബിരിയാണിയും ഒക്കെ കഴിക്കുന്ന സമയമായിരിക്കും. ഊണും ബിരിയാണിയും ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ കൊടുക്കുന്ന പണത്തിൻ്റെ തുകയിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. വിലവർധന ഉണ്ടായിട്ടുണ്ട്. പല ഹോട്ടലുകളും വില കൂട്ടിയിട്ടുണ്ട്. ഊണിനൊക്കെ ഒരു പച്ചക്കറി ഊണിന്, ഒരു വെജിറ്റബിൾ മീൽസിന് 100 രൂപയൊക്കെ കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. മീൻ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അത് 125, 130 ഒക്കെ കിടക്കുന്നൊരവസ്ഥയുണ്ട്. അത് ഇനിയും കൂടാൻ പോവുകയാണ്. കാരണം രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിൻ്റെ വില വീണ്ടും കൂട്ടിയിരിക്കുന്നു. സിലിണ്ടറിന് 53 രൂപ വരെയാണ് കൂട്ടിയിരിക്കുന്നത്. ഗാർഹിക സിലിണ്ടർ വിലയിൽ പക്ഷേ മാറ്റമൊന്നുമില്ല. പക്ഷേ അത് എത്ര നാളത്തേക്കായിരിക്കും ആ മാറ്റമില്ലാത്ത അവസ്ഥ എന്ന് പറയാനും കഴിയില്ല. എന്തായാലും കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് 46 രൂപ കൂട്ടിയിരിക്കുന്നു. പുതിയ വില അതുപ്രകാരം 3131 ആയിരിക്കുകയാണ്. ഡൽഹിയിൽ 42 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. 19 കിലോഗ്രാം സിലിണ്ടറിന് ഡൽഹിയിൽ 3113 രൂപ 50 പൈസയായി. 5 കിലോഗ്രാം സിലിണ്ടറിന് 11 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിൽ 19 കിലോ സിലിണ്ടറിന് 50 രൂപ കൂട്ടിയിരിക്കുന്നു. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യാഘാതം എന്നുള്ള നിലയ്ക്ക് ഹോട്ടലുകൾ വീണ്ടും വില കൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. മെയ് ആദ്യവാരം വാണിജ്യ സിലിണ്ടറുകൾക്ക് 900 രൂപയിലേറെ കൂട്ടിയിരുന്ന കാര്യം ഓർമ്മിക്കുക. ഘട്ടമായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയാണ് ഈ വില കൂട്ടാൻ കാരണമെന്നാണ് ന്യായീകരണം. സുപ്രീം കോടതിയിൽ പുതിയ 5 ജഡ്ജിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയിരിക്കുകയാണ്. കൊളീജിയത്തിന്റെ ശുപാർശ നിയമ മന്ത്രാലയം അംഗീകരിച്ചിരിക്കുന്നു. 4 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മുതിർന്ന അഭിഭാഷക V. മോഹനയുമാണ് പുതിയ ജഡ്ജിമാർ. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽഡ് നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മു കശ്മീർ ചീഫ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരാണ് കോടതികളിൽ നിന്ന് നിയമിക്കപ്പെട്ടവർ. ഇതോടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 38ആയി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, വളരെ വിവാദകരമായിട്ടുള്ള ആ ബില്ല് വീണ്ടും ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് BJP. മണ്ഡല പുനർനിർണയ ബില്ല് വീണ്ടും കൊണ്ടുവരാനും BJP ആലോചിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ DMK-യുമായി സർക്കാർ അനൗദ്യോഗിക ചർച്ചകൾ നടത്തുന്നതായിട്ട് റിപ്പോർട്ട് വരികയാണ്. TMC-യിൽ പിളർപ്പുണ്ടാകും എന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷ മുന്നണിയിലെ ഭിന്നത മുതലെടുത്ത് ബിൽ പാസാക്കാനാണ് BJP-യുടെ ശ്രമം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിയമനിർമ്മാണം നടത്താനാണ് നീക്കം. 2026 ഭരണഘടനാ 131 ഭേദഗതി ബിൽ പാസാക്കാനുള്ള ശ്രമം ഏപ്രിലിൽ ലോക്സഭയിൽ ആവശ്യമായ 2/3 ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ ഡീലിമിറ്റേഷൻ ബിൽ തയ്യാറാക്കുകയാണ് എന്നുള്ള സൂചനയും ഒരു ഭാഗത്ത് വരുന്നുണ്ട്. DK ശിവകുമാർ എന്ന ഞാൻ, കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാറിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഇനി 2 ദിവസം മാത്രം ബാക്കി. അങ്ങനെ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉപമുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലും മന്ത്രിസഭാ വിപുലീകരണത്തിലും തീരുമാനങ്ങൾ ഇപ്പോഴും ബാക്കിയായി തുടരുകയാണ്. മന്ത്രിസഭാ പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ DK ശിവകുമാറും സിദ്ധരാമയ്യയും ഇന്ന് വീണ്ടും ഡൽഹിയിലെത്തുകയാണ്. ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തും. ആദ്യഘട്ടത്തിൽ 4 ഉപമുഖ്യമന്ത്രിമാരെ വരെ ഹൈക്കമാൻഡ് ആലോചിച്ചിരുന്നുവെങ്കിലും ഉപമുഖ്യമന്ത്രിമാർ വേണ്ട എന്നുള്ള നിലപാടിലാണ് DK ശിവകുമാർ ഈ ഒരു തീരുമാനത്തിൽ നിൽക്കുന്നു. മാത്രമല്ല DKക്ക് ഒപ്പം ആരെല്ലാം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന കാര്യത്തിലും ഇന്ന് വൈകിട്ടോടെ തീരുമാനമുണ്ടാവും. ജൂൺ 3 നിശ്ചയിച്ച സത്യപ്രതിജ്ഞാ ചടങ്ങ് ലളിതമാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 6000 പേരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ലോക് ഭവനിൽ സത്യപ്രതിജ്ഞ നടത്താനാണ് തീരുമാനം.
ഒരുക്കങ്ങളെല്ലാം ലോക് ഭവനിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി. ആ തോൽവിക്ക് പിന്നാലെ മമതാ ബാനർജി വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം വിളിച്ചു. MLA-മാരുടെ യോഗമാണ്. തോൽവി വിലയിരുത്തണം, മുന്നോട്ട് പോകണം. അങ്ങനെ ആവേശപൂർവ്വം വിളിച്ച യോഗത്തിലെത്തിയത് 80 പേർ മാത്രം. 80 പേർ എന്നല്ല, 80-ൽ 20 പേർ മാത്രം. യോഗത്തിൽ ഭൂരിപക്ഷവും പങ്കെടുക്കാത്തതിൽ നേതൃത്വത്തിന് കടുത്ത ആശങ്കയുണ്ട്. MLA-മാർ പലരും പ്രതിഷേധ സ്ഥലങ്ങളിൽ എന്നാണ് TMCയുടെ ന്യായീകരണം. തൃണമൂൽ കോൺഗ്രസിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നുവെന്നും അഭിഷേക് ബാനർജി അടക്കം MLA-മാരുമായി സംസാരിക്കുന്നുണ്ട് എന്നുമൊക്കെ BJP പരിഹസിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അതേസമയം തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ തൃണമൂൽ കോൺഗ്രസിലെ തമ്മിലടി തുടരുകയാണ്. പ്രാദേശിക നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്കിന് പിന്നാലെ നേതാക്കൾ പരസ്യമായി തമ്മിലടി തുടങ്ങിയതോടെ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും കടുത്ത പ്രതിസന്ധിയിലായി. വിവിധ ജില്ലകളിലായി പര്യടനം തുടരുന്ന മുഖ്യമന്ത്രി സുവേന്ദു അധികാരി BJP-യിലേക്ക് ചാടാൻ തയ്യാറായ നേതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് വരുന്ന വിവരം. രാജ്യസുരക്ഷയടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. നേപ്പാൾ പലപ്പോഴായിട്ട് ഇന്ത്യൻ പ്രദേശങ്ങൾ കയ്യേറിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ. പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ബലേന്ദ്ര ഷായുടെ ഈ പരാമർശം. അതായത് നേപ്പാൾ പലപ്പോഴായിട്ട് ഇന്ത്യൻ പ്രദേശങ്ങൾ കയ്യേറിയിട്ടുണ്ട് എന്നുള്ള പരാമർശം. ഇന്ത്യ നമ്മുടെ ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ നേപ്പാൾ പലയിടത്തും ഇന്ത്യയുടെ ഭൂമിയും കയ്യേറിയിട്ടുണ്ട്. ഏതെല്ലാം പ്രദേശങ്ങളാണ് കയ്യേറിയത് എന്നറിയില്ല എന്നും ബലേന്ദ്ര ഷാ പറഞ്ഞു. പ്രധാനമന്ത്രിയായ ശേഷമാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. നേപ്പാളും ഇന്ത്യയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതും ഇരു രാജ്യങ്ങളും പരമാധികാരം അവകാശപ്പെടുന്നതുമായ കാലാപാനി മേഖലയെക്കുറിച്ച് പാർലമെൻറ്റിൽ ഒരു നിയമസഭാംഗം ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാദ പ്രസ്താവന. പ്രതിപക്ഷം ഈ പ്രസ്താവനയെ എതിർത്തത് പാർലമെൻറ്റിൽ ബഹളത്തിന് കാരണമായി. നേപ്പാൾ കൃത്യമായി എവിടെയാണ് ഇന്ത്യയുടെ ഭാഗങ്ങളിൽ കയ്യേറ്റം നടത്തിയത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി വിഷയത്തിൽ അടിസ്ഥാനമില്ലാതെ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന പാർലമെന്ററി രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. टेबल टक तपाईँहरूलाई एउटा कुरा अचम्म लाग्छ होला, मैले पनि अस्ति प्रधानमन्त्री भएपछि नै थाहा पाएँ भारतले नेपालको जग्गा मात्र होइन, नेपालले पनि भारतको जग्गा धेरै ठाउँमा मिचेको रहेछ. കാമുകി കശ്മീരിലാണ്. കാമുകിയെ കാണാഞ്ഞിട്ട് വയ്യ, എങ്ങനെയെങ്കിലും കാമുകിയെ കാണണം. പക്ഷേ കാമുകിയെ കാണാൻ പോകണമെങ്കിൽ സൈന്യത്തിൻ്റെ പല ചെക്ക് പോസ്റ്റുകൾ കടന്നു വേണം പോകാൻ. എങ്ങനെ പോകാൻ കഴിയും? എന്തും വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കശ്മീരിലുള്ള കാമുകിയെ കാണാൻ അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച യുവാവ് സൈന്യത്തിൻ്റെ പിടിയിലായി. പാക് അധിനിവേശ കശ്മീരിൽ നിന്നുള്ള 22-കാരൻ സീഷാൻ അഹമ്മദ് മിർ ആണ് കാമുകിയെ കാണാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടെ നിയന്ത്രണ രേഖയിൽ സൈന്യത്തിൻ്റെ പിടിയിലായത്. ഉറി സെക്ടറിലുള്ള കാമുകി ഇറാം ബാനോയെ കാണാനാണ് സീഷനെത്തിയത്. സമൂഹമാധ്യമം വഴിയാണ് ഇരുവരും പരിചയത്തിലായത്. മുസാഫറാബാദ് സ്വദേശിയായ സീഷാന്റെ തിരിച്ചറിയൽ കാർഡ് സൈന്യം പിടിച്ചെടുത്തു. സീഷാനെയും കാമുകിയെയും സുരക്ഷാ സേന ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരുടെയും വാട്സപ്പ് ചാറ്റുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പാക് അധിനിവേശ കശ്മീരിലേക്ക് കടക്കാൻ ശ്രമിച്ച മുൻ സൈനിക ഉദ്യോഗസ്ഥനടക്കം 3 പേരെ സൈന്യം കസ്റ്റഡിയിലെടുത്തു. അവരെ ചോദ്യം ചെയ്തു വരുന്നതിനിടയിലാണ് ഈ ഒരു പ്രണയ സാഹസികത. വടക്ക് കിഴക്കൻ മ്യാൻമറിൽ വിമതസേനയുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ നിരവധി പേർ മരിച്ചു. 55 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 25 പുരുഷന്മാരും 30 സ്ത്രീകളുമുണ്ട്. ഷാൻ സംസ്ഥാനത്തെ നാംഖാം ടൗൺഷിപ്പിലെ കൗങ്ടാറ്റ് ഗ്രാമത്തിലാണ് സംഭവം. ഖനനത്തിനും ക്വാറി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സ്ഫോടന വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. നിരവധി ഗ്രാമവാസികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, പരിക്കേറ്റു, വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മരിച്ചവരിൽ കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് സൂചന. 100 കണക്കിന് വീടുകൾ തകർന്നിട്ടുണ്ട്. ജനവാസ മേഖലയോട് ചേർന്ന് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനെതിരെ ചിലർ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്.
ഇനി കായിക വാർത്തകൾ. IPL ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ ഗുജറാത്ത് ടൈറ്റൻസ് ടീം സഞ്ചരിച്ചിരുന്ന ബസ്സിൽ തീയും പുകയും ഉയർന്നത് വലിയ ആശങ്ക സൃഷ്ടിച്ചു. കലാശക്കളിക്ക് ശേഷം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിന്ന് ടീം അംഗങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങുന്നതിനിടെയാണ് തീയും പുകയും ഉയർന്നത്. ഈ സാങ്കേതിക തകരാർ ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായി എന്നാണ് കരുതുന്നത്. ബസ്സിൽ പുക പടർന്നതിനെ തുടർന്ന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഉൾപ്പെടെയുള്ള കളിക്കാരെയും ജീവനക്കാരെയും ഉടനടി ഒഴിപ്പിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. പകരം മറ്റൊരു ബസ് എത്തുന്നതുവരെ താരങ്ങൾക്ക് 1 മണിക്കൂറോളം റോഡരികിൽ കാത്തു നിൽക്കേണ്ടി വന്നു.